അപ്പൊ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനലിൽ നടന്ന 2 മത്സരങ്ങളും കിടുവായിരുന്നു. ശരിക്കും പറഞ്ഞാൽ റയലും മാഞ്ചസ്റ്റർ സിറ്റിയുമായിട്ടുള്ള മത്സരം ഒരു വെടിക്കെട്ട് തന്നെയായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ആ മത്സരം മിസ് ചെയ്തു. ഞാൻ ബയൺ വേഴ്സസ് ആർസണലിനെ കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ടു മലു ഫുട്ബോൾ. അപ്പൊ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. നമുക്കറിയാം എമിറേറ്റ്സിൽ വെച്ചാണ് കളി. ആർസണൽ ആദ്യത്തെ 10 മിനിറ്റ് ഒക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ട് ബോൾ ഹാൻഡിൽ ചെയ്യുന്നതും മാച്ച് മാനേജ്മെന്റും ഒക്കെ നമ്മൾ കണ്ടു. അവരിടയ്ക്കിടെ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അധികം വൈകാതെ ബയന്റെ ഡിഫൻസിനെ എക്സ്പോർട്ട് ചെയ്തുകൊണ്ട് സാക്കയുടെ 12ാമത്തെ മിനിറ്റിൽ ഒരു കിടിലൻ ഗോൾ വരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് ബയന്റെ ഡിഫൻസ് പുള്ളിയെ ക്ലോസ് ഡൗൺ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു. നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യാൻ ഡിഫൻസിന് കഴിഞ്ഞില്ല. എറിക് ഡയറൊക്കെ ഒരു ഡിസ്റ്റൻസ് വിട്ടിട്ട് ബ്ലോക്ക് ചെയ്യാനുള്ള ശ്രമം നടത്തി. പക്ഷേ നോയറെ കബളിപ്പിച്ചുകൊണ്ട് സാക്കയുടെ ഒരു കിഡിലം ഷോട്ട് വന്നു. അങ്ങനെ വളരെ ഈസി ആയിട്ട് ആർസണൽ മുമ്പോട്ട് പോകും എന്നുള്ള സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷേ 2 മിസ്റ്റേക്കുകൾ വലിയൊരു തിരിച്ചടി തന്നെയാണ് ആർസണൽ കൊടുത്തിട്ടുള്ളത്. 18ാമത്തെ മിനിറ്റിൽ ഹാരി കെയ്നെ ലക്ഷ്യമാക്കി വന്ന ഒരു ലോങ് ബോൾ ഗബ്രിയേൽ വളരെ കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യുന്നു. ആ സമയത്ത് ഡേവിഡ് റായയുടെ പൊസിഷൻ എനിക്ക് തോന്നുന്നു ഒരു ക്വസ്റ്റ്യനബിൾ ആയിട്ടുള്ള പൊസിഷൻ തന്നെയായിരുന്നു. എന്നാൽ അവിടെ നിന്നാണ് ഗബ്രിയേലിന്റെ സൈഡിൽ നിന്ന് ഒരു മിസ് പാസ് വരുന്നത്. ഇത് വളരെ കൃത്യമായിട്ട് മിഡ്ഫീൽഡിൽ ഗൊറസ്കയുടെ കയ്യിലേക്ക് എത്തിക്കാൻ ബയണിന് കഴിഞ്ഞു. ഗൊറസ്ക ഒരു അടിപൊളി പാസ് ഗാൻബ്രിയുടെ കാലിലേക്ക് എത്തിക്കുകയും ഗാൻബ്രിയുടെ ഒരു സ്ലൈഡിങ് ഷോട്ട് കൂടി വന്നതോടെ 1-1 ബയൺ കളിയിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ഗോളായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു ഗിഫ്റ്റ് ആയിട്ട് ആർസണലിൽ കൊടുത്ത ഗോളാണ് എന്ന് പറയേണ്ടി വരും. എന്നാൽ അധികം വൈകാതെ ബയൺ 1-2 ഹാഫ് ചാൻസുകളൊക്കെ ക്രിയേറ്റ് ചെയ്തു. ആ സമയത്താണ് സാനയുടെ ഒരു കിഡില മുന്നേറ്റം നമ്മൾ കാണുന്നത്. മിഡ്ഫീൽഡിൽ നിന്ന് ബോളുമായിട്ട് വരുന്നു, ഒരു സിംഗിൾ ടച്ച് എടുത്ത് 1-2 ഡ്രിബിളൊക്കെ ചെയ്ത് ബോക്സിനകത്തേക്ക് വരുന്നു. എന്നാൽ ബോക്സിനകത്ത് വെച്ച് സലീബയുടെ ഒരു റോങ് ടച്ച് സാനയെ ഫൗൾ ചെയ്യുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആവുന്നു. അങ്ങനെ ഓൺഫീൽഡ് റഫറി അത് പെനൽറ്റി അനുവദിക്കുകയും ചെയ്തു. കെയ്ന് പെനൽറ്റി കിട്ടി. പുള്ളി അത് വളരെ കൂളായിട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്തു. അങ്ങനെ തീരെ പ്രതീക്ഷിക്കാതെ 2-1 ലീഡിലേക്ക് ബയൺ വരുന്ന ഒരു സിറ്റുവേഷൻ വന്നു. ആർസണൽ ആ സമയത്തൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ക്ലിനിക്കൽ ആയിട്ടുള്ള ഒരു ഫിനിഷിംഗ് അവരുടെ പ്രശ്നം തന്നെയായിരുന്നു. ഇപ്പൊ ബയന്റെ ഡിഫെൻഡിംഗ് ഒക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ബോളിന് പുറകെ 3-4 പ്ലേയേഴ്സ് ഒക്കെ പോയി വലിയൊരു ഗ്യാപ്പ് ബോക്സിന് പുറത്ത് ക്രിയേറ്റ് ചെയ്യുന്നത് പലപ്പോഴും നമുക്ക് കാണാൻ പറ്റിയിരുന്നു. ഇത് വേണ്ട രീതിയിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ആർസണലിന് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ടില്ല. സെക്കൻഡ് ഹാഫിന്റെ ആദ്യഘട്ടത്തിലും 1-2 ഹാഫ് ചാൻസുകളൊക്കെ അവർ ക്രിയേറ്റ് ചെയ്തു. ഇപ്പൊ നമ്പർ ഓഫ് ചാൻസ് നോക്കിയാലും ആർസണൽ തന്നെയാണ് മികച്ചു നിന്നിട്ടുള്ളത്. ഏകദേശം പൊസിഷനും അവരുടെ കയ്യിൽ തന്നെയായിരുന്നു. എന്നാൽ സെക്കൻഡ് ഹാഫിൽ സബ്സ്റ്റിറ്റ്യൂഷൻ വരെ അടുത്ത ഗോളിനായിട്ട് ആർസണൽ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ആർടെറ്റ സബ്സ്റ്റിറ്റ്യൂഷനിലൂടെ ട്രോസാർഡിനെ ടീമിലേക്ക് കൊണ്ടുവരുന്നു. നമുക്കറിയാം ട്രോസാർഡിന്റെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഇമ്പാക്ട് എന്ന് പറയുന്നത് കഴിഞ്ഞ കുറെ മത്സരങ്ങളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അത് തന്നെ സംഭവിച്ചു. റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം എന്നൊക്കെ പറഞ്ഞതുപോലെ ഒരു കിടിലം ഓപ്പർച്യൂണിറ്റി റൈറ്റ് വിങ്ങിലൂടെ വന്ന് ആർസണൽ ക്രിയേറ്റ് ചെയ്തു. വളരെ കൃത്യമായിട്ട് ഡിഫൻഡേഴ്സിനെ ഒക്കെ ഡ്രാഗ് ചെയ്തുകൊണ്ട് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാൻ ആർസണൽ ആ സമയത്ത് കഴിഞ്ഞു. ട്രോസാർഡിന്റെ കാലിലേക്ക് ബോൾ വരുന്നു. ശരിക്കും പറഞ്ഞാൽ ഓപ്പൺ ബോക്സ് തന്നെയായിരുന്നു. വളരെ കൃത്യമായിട്ട് അത് ഫിനിഷ് ചെയ്യാൻ ട്രോസാർഡിന് സാധിച്ചു. അങ്ങനെ 2-2 ആർസണൽ കളിയിലേക്ക് തിരിച്ചു വന്നു. പിന്നീട് കളിയുടെ അവസാന ഘട്ടത്തിൽ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള 1-2 ഡിസിഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു ഹാൻഡ് ബോൾ ഇൻസിഡന്റ് ആർസണൽ സൈഡിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ കളി സ്റ്റോപ്പ് ചെയ്തതിനു ശേഷം റഫറി വിസിൽ ചെയ്യുന്നു. അതിനുശേഷം ഡേവിഡ് റായ ഒരു പാസ് ഗബ്രിയിലേക്ക് കൊടുക്കുന്നു. ഗബ്രിയൽ കൈ കൊണ്ട് എടുത്തിട്ട് ഈ ഒരു പാസ് തിരിച്ച് ബോക്സിന്റെ സൈഡിലേക്ക് വെക്കുന്നത് നമ്മൾ കണ്ടു. ഈ സമയത്ത് പ്ലേയേഴ്സ് ഒക്കെ അപ്പീൽ ചെയ്യുന്നുണ്ട്. തോമസ് ടുഷലൊക്കെ മാച്ചിന് ശേഷം ഈ ഒരു ഇൻസിഡന്റിനെ പറ്റി പറയുന്നുണ്ട്. എന്നാൽ ഓൺഫീൽഡ് റഫറി ഇത് തള്ളിക്കളിയാണ് ചെയ്തിട്ടുള്ളത്. മറ്റൊരു ഇൻസിഡന്റ് എന്ന് പറയുന്നത് കളി തീരുന്നതിന് തൊട്ട് മുമ്പ് എനിക്ക് തോന്നുന്നു അവസാന ഷോട്ടിൽ 2 കിടിലൻ ചാൻസുകൾ ഉണ്ടായിരുന്നു. ഒന്ന് ബയണിന് കിട്ടിയിട്ടുള്ള ഒരു 1 ടച്ച് ഓപ്പർച്യൂണിറ്റിയാണ്. അത് ബാറിൽ തട്ടി പുറത്തേക്ക് പോയി. പിന്നീട് വന്നത് സാക്കയുടെ പെനാൽറ്റി ഇൻസിഡന്റ് ആണ്. പുള്ളി ഗോൾ കീപ്പറെ ഡ്രിബിൾ ചെയ്ത് പോയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഗോൾ ആവുന്ന ഒരു ചാൻസ് തന്നെയായിരുന്നു. 2 തരം ഡിസ്കഷൻസ് ആണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റിനെ പറ്റിയിട്ട് പല ആൾക്കാരും പറയുന്നത്. ഇപ്പൊ നോയറിന്റെ ഫൂട്ട് നോക്കിക്കഴിഞ്ഞാൽ പുള്ളി എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ച ഫൂട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷേ അതൊരു പ്ലാൻഡ് ചെയ്ത ടച്ച് പോലെ ആയിട്ടാണ് ചില ആംഗിളൊക്കെ നോക്കുമ്പോൾ സാക്കയുടെ ആ ഒരു ഫോളിനെ പറ്റി തോന്നുന്നത്.
എന്നാൽ ചില ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ ആ മൊമെന്റം കൊണ്ട് പുള്ളി പോയി ഇടിച്ചതാണെന്ന് പറയുന്നുണ്ട്. സാക്ക കളി കഴിഞ്ഞതിന് ശേഷം റഫറിയോടൊക്കെ ചോദിക്കുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ആർസണലിന് കാര്യമായിട്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ കളി അവസാനിക്കുമ്പോൾ 2-2 എന്ന നിലയിലാണ് പിരിഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം അടുത്ത ലെഗ് അലിയൻസ് അറീനയിലാണ്. അപ്പോൾ ബയേൺ അവിടെ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് റിസൾട്ട് ഒക്കെ ഉണ്ടാൻ ചാൻസ് കാണുന്നുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.